അങ്ങനെ റസ്മിനെ ചാർജ് ചെയ്ത് വിട്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ. റസ്മിനെ പഴയ കാര്യങ്ങളെല്ലാം മറക്കും, ഇനി പഴയ പോലെ ചാർജായി ഹൗസിനുള്ളിൽ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റസ്മിൻ അതിൻ്റെ ഒരു ആവേശം കാണിക്കാൻ വേണ്ടി ജിൻഡോയുടെ മെക്കറ്റൊക്കെയാണ് കയറിയിട്ടുള്ളത്. കാരണം ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് ജിൻഡോ റസ്മിനെ വലിച്ചു കീറിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി ഇനി തന്നോട് ഒരു പരിഗണനയും ഉണ്ടാവില്ല എന്ന് റസ്മിൻ പറയുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം രാത്രി. ജിൻഡോ പറഞ്ഞു, നീ ആദ്യം നിവർന്നു നിൽക്ക്, നീ ആദ്യം നട്ടലുള്ള രീതിയിൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ റസ്മിൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം റസ്മിന് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് ജിൻഡോയ്ക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റസ്മിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന്? കൂടിപ്പോയി കഴിഞ്ഞാൽ ജാസ്മിനോ അല്ലെങ്കിൽ ഗബ്രിക്കോ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നോറയ്ക്കും ചിലപ്പോൾ കിട്ടും. പിന്നെ ശ്രീധുവിനെ കുറച്ച് ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലപ്പോൾ അവിടെയും കൊടുക്കാം. അല്ലാതെ ജിൻഡോയ്ക്കോ അതേപോലെ നമ്മളുടെ അഭിഷേകിനോ അൻസിബയ്ക്കോ ഋഷിക്കോ തുടങ്ങിയ നല്ല നല്ല കണ്ടസ്റ്റൻസിനൊന്നും ഇത് കൊടുക്കാൻ ചാൻസ് ഇല്ല. അല്പം കുനിഷ്ടും കുശുമ്പും അസൂയൊക്കെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ റസ്മിൻ പരിഗണന കൊടുക്കും. കാരണം റസ്മിൻ അതേ പാറ്റേണിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലേ. എന്തായാലും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് റസ്മിനുമായിട്ടുള്ള ഒരു മുട്ടം വഴക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.